മലയാളത്തിലെ ബിഗ് റിലീസുകളിൽ ഒന്നായ ടിയാൻ തിയേറ്ററുകളിൽ. പൃഥ്വിരാജും ഇന്ദ്രജിത്തും കേന്ദ്ര കഥാപാത്രങ്ങളെ അവതരിപ്പിക്കുന്ന ചിത്രം മലയാള സിനിമാ പ്രേക്ഷകർക്ക് പുതിയൊരു അനുഭവമാണ് നൽകുന്നത്. മുരളി ഗോപിയുടെ തിരക്കഥയിൽ ജിയൻ കൃഷ്ണകുമാറാണ് ചിത്രം സംവിധാനം ചെയ്യുന്നത്. പൃഥ്വിരാജിനും ഇന്ദ്രജിത്തിനുമൊപ്പം മലയാള സിനിമയിലെ ഒരു വലിയ താരനിര തന്നെ ചിത്രത്തിന്റെ ഭാഗമാകുന്നുണ്ട്. മുരളി ഗോപി, ഷൈം ടോം ചാക്കോ, അനന്യ, സുരാജ് വഞ്ഞാറമൂട് തുടങ്ങി അന്യഭാഷയിലെ നടീനടന്മാരും ചിത്രത്തിന്റെ ഭാഗമാകുന്നുണ്ട്. കേരളത്തിൽ മാത്രമായി 200 തിയേറ്ററുകളിലാണ് ടിയാൻ പ്രദർശിപ്പിക്കുന്നത്. 2017 പുറത്തിറങ്ങിയ എസ്രയുടെ ബോക്സ് ഓഫീസ് വിജയത്തിനു ശേഷം പൃഥ്വിരാജ് നായകനായി എത്തുന്ന ടിയാൻ ആരാധകർക്ക് വലിയൊരു പ്രതീക്ഷ തന്നെയാണ്. അടുത്തിടെ പുറത്തിറങ്ങിയ പൃഥ്വിരാജിന്റെ ചിത്രങ്ങളെല്ലാം ബോക്സ് ഓഫീസ് വിജയമായിരുന്നു. മലയാള സിനിമയിലെ സഹോദര താരങ്ങളായ ഇന്ദ്രജിത്തും പൃഥ്വിരാജും ഒന്നിച്ചഭിനയിക്കുന്ന 12ാമത്തെ ചിത്രമാണ് ടിയാൻ. ചിത്രത്തിൽ രണ്ടുപേരുടെ കഥാപാത്രത്തിനും തുല്യ പ്രാധാന്യമാണ്. അമർ അക്ബർ അന്തോണി എന്ന ചിത്രത്തിന് ശേഷം ഇരുവരും വീണ്ടും ഒന്നിക്കുന്ന ചിത്രമാണ് ടിയാൻ. മലയാള സിനിമയിൽ ആദ്യമായാണ് മഹാകുംഭമേള ഉൾപ്പെടുത്തുന്നത്. ചിത്രത്തിനു വേണ്ടി കുംഭമേള ലൈവായി ഷൂട്ട് ചെയ്ത് എടുക്കുകയായിരുന്നു. 1000 കലാകാരന്മാരുടെ സാന്നിധ്യത്തോടെയാണ് ചിത്രത്തിനു വേണ്ടി ഈ ഭാഗങ്ങൾ ഷൂട്ട് ചെയ്തത്. ടിയാനിലെ പൃഥ്വിരാജിന്റെ ആക്ഷൻ രംഗങ്ങളാണ് ഹൈലൈറ്റ്. റിപ്പോർട്ടുകൾ അനുസരിച്ച് ചിത്രത്തിന്റെ ആക്ഷൻ രംഗങ്ങൾ ചെയ്തിരിക്കുന്നത് രജനീകാന്തിന്റെ കബാലിയുടെ പിന്നിൽ പ്രവർത്തിച്ചവരാണ്. ചെറിയ ഇടവേളയ്ക്ക് ശേഷം നടി പത്മപ്രിയ മലയാള സിനിമയിലേക്ക് തിരിച്ചു വരുന്നുവെന്ന പ്രത്യേകത കൂടിയുണ്ട്. 2014 ഇയോബിന്റെ പുസ്തകം എന്ന ചിത്രത്തിനു ശേഷം പത്മപ്രിയ അഭിനയിക്കുന്ന മലയാള ചിത്രം കൂടിയാണിത്. വസുന്ധര ദേവി എന്ന കഥാപാത്രത്തെയാണ് ചിത്രത്തിൽ പത്മപ്രിയ അവതരിപ്പിക്കുന്നത്. പൃഥ്വിരാജും മുരളി ഗോപിയും ഒന്നിക്കുന്ന ചിത്രത്തിനു വേണ്ടി ആരാധകർ പ്രതീക്ഷയോടെയാണ് കാത്തിരിക്കുന്നത്. മോഹൻലാലിനെ നായകനാക്കി ഒരുക്കുന്ന ലൂസിഫർ എന്ന ചിത്രം നേരത്തെ പ്രേക്ഷക ശ്രദ്ധ നേടിയിരുന്നു. മുരളി ഗോപിയുടെ തിരക്കഥയിൽ പൃഥ്വിരാജാണ് ലൂസിഫർ സംവിധാനം ചെയ്യുന്നത്. മോഹൻലാലും ചിത്രത്തിന്റെ ഭാഗമാകുന്നുണ്ട്. ചിത്രത്തിലെ പ്രധാനപ്പെട്ട ഭാഗങ്ങൾക്ക് ശബ്ദം നൽകുന്നത് മോഹൻലാലാണ്.